ഹായ്, ഞാൻ സഫ്ന. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് ഞാൻ യു എയിൽ ഫസ്റ്റ് വർക്ക് ചെയ്ത എൻ്റെ കമ്പനിയുടെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തതായിട്ട്, എങ്ങനെയാണ് റിസൈൻ ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഇവിടെ ജോയിൻ ചെയ്തു ഫസ്റ്റ്. അതായത് ആ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അവരൊരു 5 day ട്രെയിനിങ് തന്നു ട്രാവൽ കൺസൾട്ടൻ്റായിട്ട്. അതാണ് അവിടുത്തെ ജോബ് റോള്. അത് കഴിഞ്ഞ് അവിടെ ജോയിൻ ചെയ്തു. അവർ വിസിറ്റ് വിസയിലാണ് ഞാൻ പണിയെടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ വിസിറ്റ് വിസ അവർ നമുക്കിങ്ങനെ റിന്യൂ ചെയ്ത് തരും. 1 മാസം കഴിയുന്നവരെ വിസിറ്റ് വിസയിൽ നിൽക്കണം എന്നാണ് അവരുടെ കമ്പനി പോളിസി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശരിക്കും യു എ ലോ പ്രകാരം അങ്ങനെയല്ല. അങ്ങനെ നമ്മൾ എന്താ പറയുക, വിസിറ്റിൽ പണിയെടുക്കാനേ പാടില്ല. പണിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈനാണ്, അവർക്കും ഫൈനാണ് അവർ അറിഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ അതിൻ്റെ ഇടയ്ക്കൊരു എമർജൻസി ലീവ് വന്നു, നാട്ടിൽ പോകേണ്ടി വന്നു മെഡിക്കൽ ഇഷ്യൂസിൽ. അതൊക്കെ കഴിഞ്ഞു തിരിച്ച് വന്ന് പിന്നെയും കുറേ മാസം കഴിഞ്ഞു, വിസ അടിച്ചില്ല. അപ്പോൾ വിസ അടിക്കാറായ പോയിൻ്റ് എത്തിയപ്പോഴത്തേനും കുറേ പ്രശ്നങ്ങളൊക്കെ വന്നു. ആ പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഇവരുടെ അടുത്ത് നിന്ന് ഡോക്യുമെൻ്റ് കളക്ട് ചെയ്യാൻ ലേറ്റായി. വിസ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോർമലി കുറച്ച് ദിവസം മുന്നേ ഇതാക്കണമല്ലോ. അപ്പോൾ നമ്മൾ ആസ് എ ഫ്രഷറായിട്ട് ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അത്രയും അറിയില്ല, എംപ്ലോയ്മെൻറ്റ് വിസയുടെ. അപ്പോൾ ഇവർ HR-ൻ്റെ അടുത്ത് നിന്ന് ഡോക്യുമെൻ്റ് വാങ്ങിക്കാൻ കുറച്ച് ഡിലേ വരുന്നു. അപ്പോൾ ഡിലേ വന്നപ്പോൾ നമുക്ക് ഓവർ സ്റ്റേ എന്നുള്ള രീതിയിലേക്ക് ഫൈൻ വരാൻ തുടങ്ങും. അപ്പോൾ ഈ ഫൈൻ വരുന്ന സമയത്ത് നമുക്ക് ഫൈനൊക്കെ കമ്പനി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ അടക്കണം പൈസ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല, അവർ HR-ൻ്റെ അടുത്ത് നിന്ന് വാങ്ങാൻ ഡിലേ ആയതിലുള്ള പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പൈസ അടക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെയും ഫൈൻ കൂടിയപ്പോൾ പിന്നെ അവരിതുപോലെ തന്നെ പൈസ അടക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പൈസ അടക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ HR വിളിച്ചു. അപ്പോൾ മെയിൻ HR ഒരു ലേഡിയാണ്, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾ. അപ്പോൾ ആ ലേഡി വിളിച്ചു, ഇങ്ങനെ HR ഇങ്ങനെ പറഞ്ഞു, എന്താ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ആളടുത്തുനിന്ന് വന്ന അസിസ്റ്റൻറ്റ് HR ആളടുത്തുനിന്ന് വന്ന മിസ്റ്റേക്കാണ്, അപ്പോൾ ഞാൻ ഫൈൻ അടക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അതിനിടയിൽ ആളോട് ഞാൻ ചോദിച്ചു, എന്താണ് ഡിലേ വന്നത്, ഡോക്യുമെൻ്റ് ചോദിക്കാൻ എന്തിനാണ് ഡിലേ വന്നു ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അതായത് അപ്പോൾ HR പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സഫ്നയുടെ കാര്യത്തിൽ കുറച്ച് സംശയം ഉണ്ടായിരുന്നു, ഇങ്ങനെ ബിഹേവിയർ, അതായത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയുള്ളത് കൊണ്ട്. അതായത് നമ്മളിപ്പോൾ സാലറി ഡിലേ ആയാൽ നമ്മളെന്തിന് സാലറി കിട്ടാത്തതിൽ നമ്മൾ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. അത് അങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നമായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക് എംപ്ലോയ്മെൻറ്റ് വിസ തരണോ വേണ്ടയോ എന്നുള്ളത്. പിന്നെ അവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ ഒരു എന്താ പറയുക, ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ബിഹേവിയർ കാര്യങ്ങൾ, നമ്മളതൊക്കെ എടുത്ത് സംസാരിക്കുമ്പോഴത്തേനും അത് ഇവർക്ക് ഇങ്ങനെ കൊള്ളും. അവർക്കിത് പറ്റില്ല. അങ്ങനെ എന്താണ് എംപ്ലോയി ഇങ്ങനെ സംസാരിക്കുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട് അവർ അതിനെ ഭയങ്കരമായിട്ട് പറയും. അപ്പോൾ അങ്ങനെ HR-ആയിട്ട് സംസാരിക്കുമ്പോൾ ആളിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ബിഹേവിയറിൽ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ആലോചിക്കേണ്ടി വരുന്നു, സഫ്നയുടെ വിസ അടിക്കണോ വേണ്ടയോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിസ അടിക്കാൻ നിൽക്കരുതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വിസ പ്രോസസ്സ് തുടങ്ങി നിൽക്കുന്ന സ്റ്റേജിലാണ് ഞാൻ റിസൈൻ ഇടുന്നത്. ഞാൻ റിസൈൻ മെയിൽ അയച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ HR ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തു, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, അപ്പോൾ ഇനി ഇങ്ങനെ ഒരു കമ്പനിയിൽ കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ റിസൈൻ ഇട്ടിട്ട് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ HR എന്നുള്ള ആളുടെ ഒരു ഡ്യൂട്ടി ഞാൻ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ HR ഒരു പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ ആ ഒരു ക്യാപ്പബിലിറ്റി ഉണ്ടായിരിക്കണമല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ കണ്ടതിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന അത്രയും ക്യാപ്പബിലിറ്റി വേണ്ട, അല്ലെങ്കിൽ അത്രയും ലീഡർഷിപ്പ് ക്വാളിറ്റിയോ അങ്ങനത്തെ ഒരു സാധനം വേണ്ടാന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ബിഹേവിയറാണ് എൻ്റെ പ്രീവിയസ് കമ്പനിയിൽ HR അടുത്ത് നിന്ന് എനിക്കുണ്ടായത്. എന്നിട്ട് ഇപ്പം ആളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഒരു കമ്പനിയുടെ HR ആവുകയാണെങ്കിൽ അവിടെ HR എന്നുള്ളത് ഒരു മാനേജ്മെൻറ്റിൻ്റെയും അതിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെയും മിഡിൽ നിന്നിട്ട് കാര്യങ്ങൾ നല്ല രീതിയിൽ സ്മൂത്തൻ ചെയ്യാന്നുള്ളതാണ്. അപ്പം ഒരിക്കലും നമ്മളിപ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ റിപ്ലൈ തരില്ല, അങ്ങനെ ഭയങ്കര ഡിലേ ചെയ്തുകൊണ്ടിരിക്കുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പം ലാസ്റ്റ് ഞാൻ റിസൈൻ ഇട്ട ശേഷം അവർ എന്താ പറയുക, ഭയങ്കരമായിട്ട് ഓക്കെ റിസൈൻ ഇട്ടു ഓക്കെ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് വിസ ഓൾറെഡി ഇതായി. അപ്പോൾ എൻ്റെ സാലറിയിൽ നിന്ന് തന്നെ എനിക്ക് പിന്നെയും വിസ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഓൾമോസ്റ്റ് നല്ലൊരു എമൗണ്ട് അതുമായി. അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാൻ പിന്നീട് ലിങ്ക്ഡിനിൽ ഒരു തവണ ഇതിങ്ങനെ എഴുതി, അതായത് എൻ്റെ ഒരു ഹോൾ എക്സ്പീരിയൻസ് എന്തായിരുന്നു, സ്റ്റാർട്ടിങ് തൊട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായി, ഇങ്ങനെ ഒരു കമ്പനിയിൽ വന്നപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വന്നു എന്നൊക്കെ എഴുതിയിട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ ഇവരൊക്കെ വിളിക്കാൻ തുടങ്ങി. സഫ്ന, ഞങ്ങളിങ്ങനെ 10 years ബിൽഡ് ചെയ്തെടുത്തൊരു കമ്പനിയാണ്, അപ്പോൾ ഇങ്ങനെ എഴുതാവോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ശരിക്കും ലിങ്ക്ഡിനിൽ അത് എഴുതിയപ്പോൾ എവിടെയും അതിൻ്റെ ഒരു ആൾക്കാരുടെ
പേര് മെൻഷൻ ചെയ്തില്ല, അല്ലെങ്കിൽ കമ്പനിയുടെ മെൻഷൻ ചെയ്തില്ല. പക്ഷേ ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. നമ്മുടെ പ്രൊഫൈലിൽ കയറിയിട്ട് നമ്മുടെ പ്രീവിയസ് കമ്പനി ഏതാണെന്ന് അവിടെ ടൈം ലൈനിലുണ്ടാവും. അപ്പോൾ അത് നോക്കിയാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും, ഓ ഈ കമ്പനി ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയാണല്ലോ ഈ കമ്പനി. അപ്പോൾ അവരുടെ ഒരു റെപ്യൂട്ടേഷനെ ബാധിക്കുന്നുള്ളൊരു സ്റ്റേജാണല്ലോ. അപ്പോൾ ഇവരിങ്ങനെ മാറി എൻ്റെ അടുത്ത് വിളിക്കുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു മതി, ഇത്രയും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ ഇങ്ങനെ കേട്ട് തരുന്നുണ്ട്. പിന്നീട് എന്തൊക്കെയാണ് ഇഷ്യൂ ഉണ്ടായത്, എംപ്ലോയീസിന് ശരിക്കും എന്തൊക്കെ ബുദ്ധിമുട്ട് അവിടെ ഉണ്ട് എന്നുള്ളതൊക്കെ കേട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു മതി, ഓക്കെ ഇത്രയും കാലം ഇതാക്കിയെടുത്തൊരു കമ്പനിയൊക്കെ അല്ലേ നമ്മളിതാക്കേണ്ട വിചാരിച്ചു. ഞാൻ പിന്നീട് ആ ഇട്ട പോസ്റ്റിലുള്ള പോസ്റ്റ് ഫുൾ ഡിലീറ്റ് ചെയ്യാതെ ആ ടെക്സ്റ്റ് മാത്രം ഒഴിവാക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു വേറെ ജോബ് അപ്ലൈ ചെയ്തിട്ട് ജോബിനിങ്ങനെ കോൾ വരുവാണ്. അതായത് ഇൻ്റർവ്യൂ കിട്ടി, 3 റൗണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞു. 4th റൗണ്ടിൽ നമുക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് അവർ നമുക്ക് റെഫറൻസ് ഫില്ല് ചെയ്യണമെന്ന് പറയും. അതായത് പഴയ കമ്പനിയിൽ റെഫറൻസ് മെയിൽ അയക്കും. എന്നിട്ട് അത് തിരിച്ച് നമ്മുടെ പുതിയ കമ്പനിക്ക് നമ്മുടെ പഴയ കമ്പനി കൊടുക്കണം. അപ്പോൾ എൻ്റെ ഈ കമ്പനി 5 ദിവസമായിട്ട് അത് കൊടുത്തില്ല. ഞാൻ അവർക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞായിരുന്നു, അതിൻ്റെ മെയിലിനൊന്നും റിപ്ലൈ എനിക്ക് വന്നില്ല. എന്നിട്ട് നമ്മുടെ ഒരു കരിയറിൻ്റെ കാര്യമായിട്ട് പോലും അവരത് മൈൻഡ് ചെയ്തില്ല, അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്തില്ല. എന്നിട്ട് എൻ്റെ പുതിയ കമ്പനി എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഇതെന്താണ് ഇവർ റെസ്പോണ്ട് ചെയ്യാത്തത്? നോർമലി കമ്പനീസ് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അവരടുത്ത് സത്യമായിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ, അവരെൻ്റെ അടുത്ത് പോലും റെസ്പോണ്ട് ചെയ്യുന്നില്ല, അങ്ങനെയാണ്. അവസാനം ലാസ്റ്റ് ഇവരെന്നെ 6ാമത്തെ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, സഫ്ന ഡൽഹിയിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പണ്ട് വർക്ക് ചെയ്ത കമ്പനിയുടെ എക്സ്പീരിയൻസ് ആയാലും മതി, ഞങ്ങളത് എടുത്തോളാം. അവരുടെ കോൺടാക്റ്റ് തന്നാൽ അവർക്ക് റെഫറൻസ് അയച്ചിട്ട് നമ്മളത് കളക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നത് ഫിനിഷ് ചെയ്തു. ആ ഒരു റെഫറൻസ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കി ഇപ്പോൾ നിൽക്കുവാണ്. അപ്പോൾ ഇൻഷാല്ല അടുത്ത ജോബ് പെട്ടെന്ന് കിട്ടും. ആ ഒരു ഇതിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും കമ്പനി ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇതുപോലെയുള്ള ഒരുപാട് സ്കാം നടക്കുക, അല്ലെങ്കിൽ ഇത്രയും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രത്യേകിച്ച് കുറേ മലയാളി കമ്പനീസ്, പിന്നെ ഇതുപോലെ ഭയങ്കര ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള മാനേജ്മെൻറ്റ് HR ഒക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഇതിൽ തന്നെ നമ്മുടെ മുകളിൽ അല്ലെങ്കിൽ ഈ എംപ്ലോയീസിൻ്റെ ആയിട്ടുള്ള ആൾക്കാർ പലരും വർക്ക് ചെയ്യുന്നുണ്ട്. ചെറിയ ആൾക്കാർ തൊട്ടിട്ട് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ എല്ലാവരും ഇതിപ്പോൾ റിയാക്ട് ചെയ്യണമെന്നോ ചിലപ്പോൾ സാഹചര്യം കൊണ്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് പോകും. പൈസൻ്റെ ബുദ്ധിമുട്ടും പേഴ്സണൽ ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിക്കും ശ്രദ്ധിക്കുക. ഏതൊരു കമ്പനി കയറുമ്പോഴും നല്ല രീതിയിൽ അതിനെ പഠിച്ച് അല്ലെങ്കിൽ നോക്കിയിട്ട് ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിച്ച് എക്സ്പീരിയൻസ് മനസ്സിലാക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ എന്താണെങ്കിലും എൻ്റെ കമ്പനീനെ കുറിച്ചുള്ള വേറെ കാര്യങ്ങളുണ്ട്. സോ ഞാനത് നെക്സ്റ്റ് ടൈം ഒന്നുകൂടെ ബാക്കി കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.